ഹലോ മക്കൾസ്, വെൽക്കം ടു അവർ ചാനൽ. വീഡിയോസ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ തുടർന്നും ഈ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ലേ. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ അത് കാണാതെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഈ വീഡിയോയിൽ ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് സബ്സ്പേസ് എന്താണെന്നാണ്. ദാറ്റ് ഈസ്, ഇഫ് എക്സ് ഡി ഈസ് എ മെട്രിക് സ്പേസ് ആൻഡ് വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ്, then y itself is a metric space called a subspace of x. In the induced matrix obtained by restricting the metric D to the set y cross y. അതായത് എക്സ് ഡി എന്നുള്ളത് ഒരു സബ്സ്പേസ് ആണ്, ഒരു മെട്രിക് സ്പേസ് ആണ്. ആൻഡ് വൈ എന്നുള്ളത് ഇവിടെ പറയുന്നത് എക്സിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ എക്സിൻ്റെ സബ്സെറ്റായിട്ടുള്ള ഒരു വൈയും ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ വൈ ഇറ്റ്സെൽഫ് ഒരു മെട്രിക് സ്പേസ് ആയിരിക്കും. വൈ ഇറ്റ്സെൽഫ് ഈസ് എ മെട്രിക് സ്പേസ്. അപ്പോൾ ഇവിടുത്തെ മെട്രിക് എന്ന് പറയുന്നത് ഡീനെ വൈ ക്രോസ് വൈയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഡി ഫ്രം വൈ ക്രോസ് വൈ ടു ആർ, ഇതിനെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്ന് പറയുക. അതായത് ആറിലേക്ക് മാപ്പ് ചെയ്യുക. ഓക്കെ, ഇവിടുത്തെ ഈ ഡീനെ നമ്മൾ ഡി സഫിക്സ് വൈ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൈ ടുഗദർ വിത്ത് ഡി വൈ ഈസ് എ മെട്രിക് സ്പേസ്. ഇതെന്തായിരിക്കും? ഒരു മെട്രിക് സ്പേസ് ആയിരിക്കും. മാത്രമല്ല ഇതിനെ സബ്സ്പേസ് ഓഫ് എക്സ് എന്നും വിളിക്കും. ഓക്കെ, എന്താ ഇപ്പോൾ പറഞ്ഞേ? എന്ന മട്ടിലാണ് നിങ്ങളിപ്പോൾ എങ്കിൽ ഇതാ പിടിച്ചോ, സബ്സ്പേസിനൊരു സിമ്പിൾ ഡെഫിനിഷൻ. അതായത് നമുക്ക് ഈ ഡെഫിനിഷനൊക്കെ ഒന്ന് മായ്ച്ചു കളയാം. നമ്മളെ കയ്യിൽ എക്സ് ഡി എന്നുള്ള ഒരു മെട്രിക് സ്പേസ് ഉണ്ട്. എന്തായിരുന്നു ഒരു മെട്രിക് സ്പേസ് എന്ന് പറഞ്ഞാൽ? ആരാ ഈ എക്സും ഡിയും ഒക്കെ? ഇതിലുള്ള ഈ എക്സും ഡി ഒക്കെ ആരാന്ന് വല്ലതും ഓർമ്മ ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞേ, കഴിഞ്ഞ വീഡിയോ മസ്റ്റായി കാണണമെന്ന്. കണ്ടാൽ മാത്രം പോരാ കേട്ടോ, മനസ്സറിഞ്ഞ് പഠിക്കണം. ഓക്കെ, ഇതിൻ്റെ ബാക്കി ഞാൻ പിന്നെ പറയാം. ഇപ്പം നമ്മളെ വിഷയം അതല്ല, മെട്രിക് സ്പേസ് എന്നുള്ളതാണ്. അതായത് എക്സ് ഡി മെട്രിക് സ്പേസ്. ഇതൊന്ന് വേഗത്തിൽ പറഞ്ഞുതരാം. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഓടിച്ച് സിമ്പിളായിട്ട് പറയാം എന്താണ് ഒരു മെട്രിക് സ്പേസ് എന്നുള്ളത്. എക്സ് എന്ന ഒരു സെറ്റ് ഉണ്ട്. എക്സ് എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. ആൻഡ് ഡി എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ഫങ്ഷനാണ്, ഡിഫൈൻഡ് ബൈ എക്സ് ക്രോസ് എക്സിൽ നിന്നും ആറിലേക്ക് മാപ്പ് ചെയ്യുന്ന. അതായത് ഡി ഫ്രം എക്സ് ക്രോസ് എക്സ് ടു ആർ. അതായത് എക്സ് ക്രോസ് എസിൽ നിന്നും ആറിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് ഫങ്ഷനാണ് ഡി. ഓക്കെ, ഈ ഡീനെ ഒരു മെട്രിക് എന്ന് പറയണമെങ്കിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നറിയോ? അതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു 0 if and only if p is equal to q. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ p ആൻഡ് q is equal to ഡിസ്റ്റൻസ് ബിറ്റ്വീൻ q ആൻഡ് p. ആൻഡ് തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി ആണ്. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ p ആൻഡ് q ഈസ് less than or equal to distance between P and R plus distance between R and P. ഓക്കെ, അപ്പോൾ ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഡീനെ മെട്രിക് എന്ന് പറയും. ആൻഡ് എ സെറ്റ് ടുഗദർ വിത്ത് എ മെട്രിക് ഈസ് കാൾഡ് മെട്രിക് സ്പേസ്. അതായത് എക്സ് എന്ന സെറ്റിനെയും ഡി എന്ന മെട്രിക്കിനെയും ചേർത്ത് പറയുന്ന പേരാണെന്ത്? മെട്രിക് സ്പേസ്. ഓക്കെ അല്ലേ? ഇനി ഇത് മറക്കൂലല്ലോ, ഏത് ഉറക്കത്തിൽ പോയി ചോദിച്ചാലും പറയില്ലേ. അപ്പം ഈ നമ്മുടെ ഇന്നത്തെ ടോപ്പിലേക്ക് വരാം, സബ്സ്പേസ്. എക്സ് ഡി എന്നുള്ള ഒരു മെട്രിക് സ്പേസ് ഉണ്ട്.
ഇപ്പം നിങ്ങൾക്ക് എക്സ് ഡി എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത്? എക്സ് എന്നൊരു സെറ്റും മുകളിൽ പറഞ്ഞ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് ഫംഗ്ഷനും. ഓക്കെ, ഇനി ബാക്കി നിങ്ങൾക്ക് ഒരു പുഷ്പം പോലെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതായത് എക്സിൻ്റെ ഒരു സബ്സെറ്റ് വൈ ഉണ്ട്. വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ്. ദെൻ വൈ എന്നത് ഇറ്റ്സെൽഫ് ഒരു മെട്രിക് സ്പേസ് ആയിരിക്കും. ഓക്കെ, ആൻഡ് നമുക്കറിയാം മെട്രിക് സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റും ഉണ്ടാവും, പിന്നെ ഒരു ഡിസ്റ്റൻസ് ഫംഗ്ഷനും ഉണ്ടായിരിക്കും അല്ലേ? സോ ഇവിടെ സെറ്റ് ഒക്കെയാണ്, ദാറ്റ് ഈസ് വൈ. വൈ എന്നുള്ളത് ഒരു സബ്സെറ്റാണ്. സോ വൈ എന്നുള്ളത് എന്താണ്? സെറ്റാണ്. സോ സെറ്റ് ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മെട്രിക് എന്തായിരിക്കും? ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇത് പറയാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ഇത് സ്വയമായിട്ട് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ഡി ഫ്രം വൈ ക്രോസ് വൈ ടു ആർ ആയിരിക്കും ഇവിടുത്തെ എന്ത് മെട്രിക് എന്ന് പറയുന്നത്. നേരത്തെ എന്തായിരുന്നു? എക്സ് ക്രോസ് എക്സിൽ നിന്നും ആറിലേക്കായിരുന്നു. സോ ഇവിടെ 2 ഡി ഉണ്ട്, കാരണം എക്സ് ഡിയുടെ കൂടെ ഒരു ഡി ഉണ്ട്, ആൻഡ് ഇതെന്ന് പറയുന്നത് വൈയുടെ കൂടെയുള്ള ഡി ആണ്. സോ ഇതിന് നമ്മൾ ജസ്റ്റ് ഡി വൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം വൈനെയും ഡി വൈനെയും ചേർത്ത് നമുക്ക് ഇതൊരു മെട്രിക് സ്പേസ് ആണെന്ന് പറയാം. ആൻഡ് ഇത് എക്സിൻ്റെ ഒരു സബ് സ്പേസും കൂടെ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിലേക്ക് പോവാം അല്ലേ? അടുത്തതും ഒരു ഡെഫിനിഷനാണ് പറയാൻ പോകുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇത് സ്കിപ്പ് ചെയ്ത് ബാക്കി നിങ്ങൾ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തറയില്ലാത്ത വീട് പോലെ ആയിരിക്കും. അത് ഏത് നിമിഷം കൊണ്ട് എന്തായിരിക്കും? പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മറക്കല്ലേ. ആൻഡ് ഇത് നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് നോക്കാം. ശ്രദ്ധിക്കുക. ലെറ്റ് എക്സ് ഡി ബി എ മെട്രിക് സ്പേസ്. എ നെയ്ബർഹുഡ് ഓഫ് എ പോയിന്റ് P belongs to X with a radius R greater than 0 is the set n suffix R P is equal to set Q belongs to X such that distance between P and Q is less than R. അതായത് എക്സ് ഡി എന്നുള്ളത് ഒരു മെട്രിക് സ്പേസ് ആണ്. ഇനി ഞാൻ മെട്രിക് സ്പേസ് എന്നേ പറയുള്ളൂ കേട്ടോ. സോ ഇതിൻ്റെ കൂടെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം കേട്ടോ. സോ എക്സ് ഡി എന്നുള്ളത് ഒരു മെട്രിക് സ്പേസ് ആണ്. ആൻഡ് എക്സിലെ ഒരു പോയിൻ്റ് പീനെ നമ്മൾ ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എ നെയ്ബർഹുഡ് ഓഫ് പി വിത്ത് റേഡിയസ് ആർ ഗ്രേറ്റർ ദാൻ 0 ഈസ് ഡിനോട്ടഡ് ബൈ എൻ സഫിക്സ് ആർ പി. It's just denoted as set of all Q belongs to X such that the distance between P and Q is less than R. Okay. എവിടെയെങ്കിലും കത്തിയോ? ഇവിടെയൊക്കെ ഇങ്ങനെ പറയുന്നത് മനസ്സിലായോ എന്ന അർത്ഥത്തിലാണ് കേട്ടോ. നിങ്ങൾ അവിടെയൊക്കെ എങ്ങനെ പറയാറുണ്ടോ? വേറെ ഏതൊക്കെ സ്റ്റൈലിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്ന് കമൻറ്റ് ചെയ്യട്ടോ. ആർക്കാ ഒരു മാറ്റം ഇഷ്ടമല്ലാത്ത? സോ വെറൈറ്റികൾ എവിടെയും നിലനിൽക്കും അല്ലേ? അപ്പോൾ മടിക്കേണ്ട, ജസ്റ്റ് കമൻറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, ഇപ്പോൾ നെയ്ബർഹുഡ് എന്നത് ഒരു വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിച്ച് നിൽക്കുകയാണല്ലേ നിങ്ങൾ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നെയ്ബർഹുഡ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എക്സിലുള്ള ഒരു പോയിൻ്റ് പിയുടെ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ വിത്ത് റേഡിയസ് ആർ ഗ്രേറ്റർ ദാൻ 0 കളക്ഷൻ ഓഫ് ക്യൂസ് ഇൻ എക്സ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ഈസ് ലെസ് ദാൻ ആർ. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്യൂ പി എന്നുള്ളത് ആറിനേക്കാളും കുറവായി വരുന്ന ക്യൂകളുടെ സെറ്റിനെയാണ്, ക്യൂകളുടെ കളക്ഷനെയാണ് പിയുടെ നെയ്ബർഹുഡ് എന്ന് പറയാം. ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പി സെൻറ്ററായി ആർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ സർക്കിളിലുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെയും കളക്ഷനാണ് പിയുടെ നെയ്ബർഹുഡ് എന്ന് പറയാം.
ഇവിടെ ശ്രദ്ധിക്കുക, ഈ സർക്കിളിൻ്റെ ഈ ലൈന് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടില്ലേ, അത് ശരിക്കും ഡോട്ടർ ലൈൻ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. അതായത് ഈ ലൈനിലുള്ള പോയിൻ്റ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ആവില്ല. ഈ ലൈനിൻ്റെ ജസ്റ്റ് മുമ്പുള്ള പോയിൻ്റ് വരെ, അതായത് ഈ പോയിൻ്റ് വരെ എന്താവും, ഈ സെറ്റിൽ ഇൻക്ലൂഡ് ആവും, അല്ലെങ്കിൽ നെയ്ബർഹുഡ് എന്ന് പറയാം. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ എന്താണ്, ഈ ലൈന് ഇൻക്ലൂഡ് ആവും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ലൈൻ ഇൻക്ലൂഡ് ആവും. ഈക്വൽ ടു ഇല്ലാത്തത് കൊണ്ട് ഈ ലൈന് ഇൻക്ലൂഡ് ആവില്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എന്താണ് മനസ്സിലാകാത്തതെന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് എല്ലാം മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് എങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം നെക്സ്റ്റ് ഡെഫിനിഷനിലേക്ക് നമുക്ക് പോവാം. ഡെഫിനിഷൻ നോക്കാം. ഫോർ എ സബ്സെറ്റ് എ ഓഫ് എക്സ്, എ പോയിന്റ് പി ബിലോങ്സ് ടു എ ഈസ് സെഡ് ടു ബി ആൻ ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് എ if there exists a neighborhood of P, NRP, such that NRP containing in A. ഫസ്റ്റ് നമ്മളുടെ മെട്രിക് സ്പേസ് എക്സ് ടി കൺസിഡർ ചെയ്യാം. ആൻഡ് ഇവിടെ എ എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു സബ്സെറ്റ് ആണെന്ന് പറയുന്നത്, എക്സിൻ്റെ ഒരു സബ്സെറ്റാണ്. ആൻഡ് പി എന്ന് പറയുന്നത് എയിലുള്ള ഒരു പോയിൻ്റാണ്, അതായത് എയിൽ നിന്നും നമ്മൾ ചൂസ് ചെയ്ത ഒരു പോയിൻ്റാണ് പി. അങ്ങനെയാണെങ്കിൽ പി എയുടെ ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് എന്ന് വിളിക്കണമെങ്കിൽ ഇഫ് ദർ ഈസ് എ നൈബർഹുഡ് ഓഫ് പി എൻ സഫിക്സ് ആർ പി സച്ച് ദാറ്റ് എൻ ആർ പി ഈസ് കണ്ടെയ്നിങ് ഇൻ എ. അതായത് ഒരു എക്സ് എന്ന ഒരു സെറ്റ് ഉണ്ട്, അത് നമുക്കൊരു ബിഗ് സർക്കിളായിട്ട് ഡിനോട്ട് ചെയ്യാം, എക്സ്. ആൻഡ് അതിൻ്റെ ഒരു സബ്സെറ്റ് എ ഉണ്ട്, അത് എക്സിൻ്റെ ഉള്ളിലായിരിക്കും. ഓക്കെ അല്ലേ? എയിലെ ഒരു പോയിൻ്റ് പീനെ എൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് എന്ന് പറയണമെങ്കിൽ പിയുടെ ഒരു നെയ്ബർഹുഡ് എയിൽ കണ്ടെയ്ൻ ചെയ്യണം. ഓക്കെ, നെയ്ബർഹുഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. റേഡിയസ് ആറിന് താഴെ പിയിൽ നിന്നും ഡിസ്റ്റൻസ് ഉള്ള പോയിൻറ്റ്സിനെ, ആറിന് താഴെ ഡിസ്റ്റൻസ് ഉള്ള പോയിൻറ്റ്സിൻ്റെ കളക്ഷനെയാണ് അതിൻ്റെ നെയ്ബർഹുഡ് എന്ന് പറയാം. സോ അത്തരത്തിലുള്ള പിയുടെ ഒരു നെയ്ബർഹുഡ് എയിൽ കണ്ടെയ്ൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിനെ എയുടെ ഇൻറ്റീരിയർ പോയിൻ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഡെഫിനിഷനിലേക്ക് നമുക്ക് പോകുമല്ലേ. നെക്സ്റ്റ് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എ സബ്സെറ്റ് എ ഓഫ് എക്സ് ഈസ് സെഡ് ടു ബി ഓപ്പൺ ഇൻ എക്സ് ഇഫ് എവറി പോയിൻ്റ് ഓഫ് എ ഇൻ ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് എ. അതായത് എ എന്നത് എക്സിൻ്റെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ എ എന്നത് ഒരു ഓപ്പൺ സെറ്റ് ആണെന്ന് എപ്പോഴാണ് പറയാമെന്ന് വെച്ചാൽ എവറി പോയിൻ്റ് ഓഫ് എ ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് എ. എയിലെ ഏതൊരു പോയിൻ്റ് എടുക്കുകയാണെങ്കിലും അത് എയുടെ ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് ആവുകയാണെങ്കിൽ ദെൻ എ ഈസ് സെഡ് ടു ബി ആൻ ഓപ്പൺ ഇൻ എക്സ്. ഓക്കെ, ഇൻറ്റീരിയർ പോയിൻ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എ ഓപ്പൺ ഇൻ എക്സ് എന്ന് പറയണമെങ്കിൽ എയിലുള്ള എല്ലാ പോയിൻറ്റും ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കണം. അതായത് എയിലുള്ള ഏതൊരു പോയിൻ്റ് എടുത്താലും അതിൻ്റെ നെയ്ബർഹുഡൊക്കെ എയിൽ തന്നെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എ ഓപ്പൺ ഇൻ എക്സ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഡെഫിനിഷൻ നോക്കാം. അടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് പോയിൻറ്റിൻ്റെ ഡെഫിനിഷനാണ്. എന്നാൽ ലിമിറ്റ് പോയിൻ്റ് ഡെഫിനിഷൻ നോക്കാം. ഫോർ എ സബ്സെറ്റ് എ ഓഫ് എക്സ് പി ബിലോങ്സ് ടു എക്സ് ഈസ് സെഡ് ടു ബി ലിമിറ്റ് പോയിൻ്റ് ഓഫ് എ ഇഫ് എവറി നെയ്ബർഹുഡ് ഓഫ് പി കണ്ടെയ്ൻസ് എ പോയിൻ്റ് ക്യൂ നോട്ട് ഈക്വൽ ടു പി സച്ച് ദാറ്റ് ക്യൂ ബിലോങ്സ് ടു എ. എന്താ പറഞ്ഞത്? എ എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു സബ്സെറ്റാണ്. ഒരു പോയിൻ്റ് പിനെ നമ്മൾ ആ എക്സിൽ നിന്നും ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പി ഈസ് സെഡ് ടു ബി എ ലിമിറ്റ് പോയിൻ്റ് ഓഫ് എ എപ്പോഴാണെന്ന് വെച്ചാൽ പിയുടെ ഏതൊരു നൈബർഹുഡ് എടുത്താലും അതിൽ പി അല്ലാത്തൊരു എയിലെ പോയിൻ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒന്നുകൂടെ പറയാം. പിനെ ലിമിറ്റ് പോയിൻ്റ് ഓഫ് എ എന്ന് വിളിക്കണമെങ്കിൽ പിയുടെ ഏതൊരു നെയ്ബർഹുഡ് എടുക്കുകയാണെങ്കിലും അതിൽ പി അല്ലാത്തൊരു എയിലെ വേറൊരു എലമെൻറ്റ് ക്യൂ ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
പീനെ നമ്മൾ ലിമിറ്റ് പോയിന്റ് ഓഫ് എ എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യാം, ഇവിടെ പീനെ ചൂസ് ചെയ്യുന്നത് എക്സിൽ നിന്നാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കല്ലേ. നെക്സ്റ്റ് ഡെഫിനിഷൻ എന്താന്ന് പറയാൻ നോക്കാം. അതായത് ഇതിൻ്റെ ബാക്കി തന്നെ, ഇഫ് പി ബിലോങ്സ് ടു എ ഈസ് നോട്ട് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ ദെൻ പി ഈസ് കാൾഡ് ആൻ ഐസൊലേറ്റഡ് പോയിന്റ് ഓഫ് എ. അതായത് പി എന്നത് എയിലൊരു പോയിന്റ് ആണ്, എന്നാൽ അതൊരു ലിമിറ്റ് പോയിന്റ് അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഐസൊലേറ്റഡ് പോയിന്റ് ഓഫ് എ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഡെഫിനിഷനിലേക്ക് പോവാലോ. അപ്പോൾ നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കൂ. നെക്സ്റ്റ് ഡെഫിനിഷൻ ഇതാണ്. എ സബ്സെറ്റ് എ ഓഫ് എക്സ് സെറ്റ് ടു ബി ക്ലോസ്ഡ് ഇഫ് എവറി ലിമിറ്റ് പോയിന്റ് ഓഫ് എ ഈസ് എ പോയിന്റ് ഓഫ് എ. ഒരു മെട്രിക് സ്പേസിലെ ക്ലോസ്ഡ് സെറ്റിൻ്റെ ഡെഫിനിഷനാണിത്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എക്സിൻ്റെ ഒരു സബ്സെറ്റാണ് എ. അതായത് എക്സിൻ്റെ ഒരു സബ്സെറ്റായിട്ടുള്ള എനെ നമ്മൾ ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എ ഈസ് സെറ്റ് ടു ബി ക്ലോസ്ഡ് ഇഫ് എവറി ലിമിറ്റ് പോയിന്റ് ഓഫ് എ ഈസ് എ പോയിന്റ് ഓഫ് എ. അതായത് എയിലെ ഏതൊരു ലിമിറ്റ് പോയിന്റ് എടുക്കുകയാണെങ്കിലും അത് എയിലെ ഒരു പോയിന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എ ഈസ് സെറ്റ് ടു ബി ക്ലോസ്ഡ്. ഓക്കെ, അതായത് എയിലെ ഏതൊരു ലിമിറ്റ് പോയിന്റ് എടുത്താലും അത് എയിൽ തന്നെ പോയിന്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാവുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ക്ലോസ്ഡ്. ഓക്കെ അല്ലേ? ഈ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എ സബ്സെറ്റ് എ ഓഫ് എക്സ് ഈസ് സെറ്റ് ടു ബി പെർഫെക്റ്റ് ഇഫ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് ആൻഡ് എവറി പോയിന്റ് ഈസ് എ ലിമിറ്റ് പോയിന്റ്. ഇതൊരു പെർഫെക്റ്റ് സെറ്റിൻ്റെ ഡെഫിനേഷനാണെന്ന് മനസ്സിലായല്ലോ. എന്താണ് ഒരു പെർഫെക്റ്റ് സെറ്റ് എന്ന് നോക്കാം. എക്സിൽ നിന്നും ഒരു സബ്സെറ്റ് എനെ ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എ ഈസ് സെറ്റ് ടു ബി പെർഫെക്റ്റ് ഇഫ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. അതൊരു ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കണം. കൂടാതെ ആൻഡ് എവറി പോയിന്റ് ഈസ് എ ലിമിറ്റ് പോയിന്റ്. അതായത് ഒരു സബ്സെറ്റ് എ പെർഫെക്റ്റ് സെറ്റ് ആവണമെങ്കിൽ അതൊരു ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിൽ ഏതൊരു പോയിന്റ് എടുക്കുകയാണെങ്കിലും അത് ആ സെറ്റിൻ്റെ ലിമിറ്റ് പോയിന്റ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സബ്സെറ്റിനെ ഈ സബ്സെറ്റ് എനെ പെർഫെക്റ്റ് സെറ്റ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുള്ളൂ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാൽ നമ്മൾ തിയറംസിൻ്റെയും അതേപോലെ പ്രോബ്ലംസിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ടേംസ് വരുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നെക്സ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്, എ സബ്സെറ്റ് എ ഓഫ് എക്സ് ഈസ് സെറ്റ് ടു ബി ഡെൻസ് ഇൻ എക്സ് ഇഫ് എവറി പോയിന്റ് ഓഫ് എക്സ് ഈസ് എയ്തർ എ പോയിന്റ് ഓഫ് എ ഓർ എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ. ഇത് ഡെൻസ് സെറ്റിൻ്റെ ഡെഫിനിഷനാണ്. എന്താണെന്ന് നോക്കാം. A subset A of X is said to be dense in X if every point of X is either a point of A or a limit point of A. എക്സിൻ്റെ സബ്സെറ്റ് എ ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എ ഈസ് സെറ്റ് ടു ബി ഡെൻസ് ഇൻ എക്സ്. എപ്പോൾ? ഇഫ് എക്സ് ബിലോങ്സ് ടു എക്സ്. അതായത് എക്സ് എന്നുള്ള ഒരു എലമെൻറ്റിനെ നമ്മൾ ക്യാപിറ്റൽ എക്സിൽ നിന്ന് ചൂസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ എക്സ് എയിലെ ഒരു പോയിൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എക്സ് ഈസ് എ ലിമിറ്റ് പോയിൻ്റ് ഓഫ് ഈ എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് പോയിൻ്റ് ഓഫ് എ ആയിരിക്കണം. ഓക്കെ, അതായത് എക്സിലെ ഒരു പോയിൻ്റ് എക്സിനെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതൊന്നെങ്കിൽ എയിലെ പോയിൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എക്സ് എന്നത് എയിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എ ഈസ് സെറ്റ് ടു ബി ഡെൻസ് ഇൻ എക്സ്. അപ്പോൾ ഓക്കെ ആയല്ലോ. ഇതുവരെ പറഞ്ഞ തിയറംസും അതേപോലെ ഡെഫിനിഷൻസൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, അതേപോലെ ഈ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. കാരണം ഓരോരോ നിങ്ങൾ പറയുന്ന സജഷൻസ് വെച്ച് മാറ്റി വരുമ്പോഴല്ലേ നമ്മളും കുറച്ചൊക്കെ ഡെവലപ്പ് ചെയ്യുള്ളൂ. ഓക്കെ,
ഇപ്പോൾ അത്യാവശ്യത്തിന് ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ഡെഫിനിഷന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ അതിന് കുറച്ച് എക്സാമ്പിൾസൊക്കെ പറയുന്നതായിരിക്കും. സോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.